വിജിൻ നമ്മൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും വരുന്നുണ്ട്. PSC നിയമനത്തിൽ രാജ്യത്ത് ഒന്നാമതായി കേരളമാണ്. രാജ്യത്താകെ നടന്ന PSC നിയമനങ്ങളുടെ 40% കേരളത്തിലാണ്. കഴിഞ്ഞ വർഷം 25 സംസ്ഥാനങ്ങളിൽ PSC വഴി നടന്നത് 51,498 നിയമനങ്ങളാണ്. ഇപ്പോൾ വിജിൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. വിജിൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ PSC നിയമനങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള കരാറാണാകെ എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപമൊക്കെ ഉന്നയിക്കാനുള്ള UDFിൻ്റെയും BJPയുടെയൊക്കെ ഭാഗത്തു നിന്ന് കണ്ടിരുന്നു. അപ്പോഴും ഉയർന്നൊരു മറുപടി കേട്ടത് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം PSC നിയമനങ്ങളിൽ ദേശീയ ശരാശരിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ് എന്നാണ്. ഇപ്പോൾ ഈ വരുന്ന കണക്കുകൾ എന്താണ് വസ്തുത, എങ്ങനെയാണ് കാര്യങ്ങളെന്നാണ് സൂചിപ്പിക്കുന്നത്? ശരത്ത്, 2022-23 വർഷത്തെ കണക്കുകൾ പ്രകാരം UPSC പുറത്തുവിട്ട കണക്കുകളിലാണ് സംസ്ഥാനം 40%, രാജ്യത്തെ 25 സംസ്ഥാനങ്ങളിൽ നടത്തിയ PSC നിയമനങ്ങളിൽ 40% നടത്തിയത് കേരളമാണ് എന്ന കണക്ക് പുറത്തു വരുന്നത്. ഏകദേശം 51,400 ചില്ലാനം നിയമനങ്ങളാണ് രാജ്യത്ത് മൊത്തമായി നടന്നത്. അതിൽ 34,000-ന് മുകളിൽ നിയമനങ്ങൾ നടത്തിയത് കേരളമാണ് എന്നതാണ് കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ രാഷ്ട്രീയ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി നിയമനങ്ങൾ നടക്കുകയോ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും കേരളത്തിൽ ഈ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഏറ്റവും വലിയ സർക്കാർ സംവിധാനമായി PSC മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിൽ PSC വഴി യുവാക്കൾക്ക് കൂടുതൽ നിയമനം നൽകുമെന്ന ഉറപ്പ്, വാഗ്ദാനം ഒക്കെ നൽകിയിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് UPSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള, യുവാക്കൾ ഉള്ള ഒരു സംസ്ഥാനമാണ് UPയിൽ ഒക്കെ നടക്കുന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയതാണ്. ഏറ്റവും കുറഞ്ഞ നിയമനങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും കേരളം കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും കൂടുതൽ നിയമനം നൽകിയിട്ടുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൽ 34,110 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കണക്കുകൾ. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം ശരത്ത്, ഇതിൽ 51,000 ചില്ലാനം നിയമനങ്ങൾ മാത്രമാണ് രാജ്യത്ത് മുഴുവനായി നടന്നത്. അതിൽ 34,110 നിയമനം കേരളത്തിലാണ്. രണ്ടാമതുള്ള തമിഴ്നാട് 12,645 രാജസ്ഥാൻ 3,062 ഗുജറാത്തിൽ 1,680 നിയമനങ്ങളും മാത്രമാണ് നടന്നത്. പശ്ചിമ ബംഗാളിൽ 3,605 മഹാരാഷ്ട്രയിൽ 3,949 ഉത്തരാഖണ്ഡിൽ 4,355 ആന്ധ്രാപ്രദേശിൽ 332 അസമിൽ 635 ഛത്തീസ്ഗഡിൽ 773 ബീഹാറിൽ 3,173 ഹിമാചൽ പ്രദേശിൽ 13,032 ജാർഖണ്ഡിൽ 720 മധ്യപ്രദേശിൽ 2,123 ഇങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ അഭിമാനകരമായ രീതിയിൽ തന്നെയാണ് PSC നിയമനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ PSC വഴി നിയമനം നടത്തുമെന്ന വാഗ്ദാനങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ പാലിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് തന്നെ UPSC പുറത്തുവരുന്ന കണക്കുകൾ. ശരത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജിനി സൂചിപ്പിച്ച കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വസ്തുതകളാണ്, രേഖകളാണ്. കേവലം എന്തും പറഞ്ഞ് വിവാദം സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്താണ് യാഥാർത്ഥ്യമെന്നാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒഴിവുകൾ, സംസ്ഥാന സർക്കാരിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സംസ്ഥാനത്തെ കേരളത്തിലെ PSC സമയബന്ധിതമായി പരീക്ഷകൾ നടത്തി ആ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെ നിയമനം ഏറ്റവും അധികം നടക്കുന്നത് രാജ്യത്ത് കേരളം എന്ന ഈ സംസ്ഥാനത്താണ് എന്നതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ചത്.